അസമന്നൂരിലാണ് ഒഴുക്കിൽപ്പെട്ട് 2 വിദ്യാർത്ഥികൾ മരിച്ചത്. നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികളാണ് മരിച്ച 2 പേരും. മലപ്പുറം കൊല്ലം സ്വദേശികളായ അജ്മൽ, അജ്സൽ എന്നിവരാണ് മരിച്ചത്. വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. വിപിൻ, എങ്ങനെയായിരുന്നു അപകടം? ഒഴുക്കിൽപ്പെട്ട് ചികിത്സയിലുള്ള മൂന്നാമത്തെ ആളുടെ ആരോഗ്യനില അതെങ്ങനെയാണ്? ദിൽനമധു, പെരിയാർ വാലി കനാലിലാണ് ഈ ഒരു അപകടം നടന്നിരിക്കുന്നത്. 2 വിദ്യാർത്ഥികൾക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. അജ്മൽ, അജ്സൽ എന്നീ 2 പേരാണ് മരിച്ചിരിക്കുന്നത്. മലപ്പുറം കൊല്ലം സ്വദേശികളാണ്. ഇവിടെ ഈ പെരിയാർ വാലിക്ക് സമീപമുള്ള ചെറുകുന്നം KMP നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ്. ഇവർ 6 പേർ ചേർന്ന് ഇന്ന് കുളിക്കാനായി ഈ കനാലിൽ എത്തിയതായിരുന്നു. കനാലിലപ്പോൾ നല്ല വെള്ളമുണ്ട്. ഈ സമയത്ത് പ്രധാന കനാലിൽ ഇവർ ഇറങ്ങുകയായിരുന്നു. അതായത് ഹൈ ലെവൽ കനാലിൽ ഇവർ ഇറങ്ങുകയായിരുന്നു. 3 പേരാണ് ഇറങ്ങിയത്. ഈ 3 പേർ ഒഴുക്കിൽപ്പെട്ടു. അതിൽ ഇവർക്ക് ഒരാൾക്ക് മാത്രമാണ് നീന്തൽ അറിയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. അവർ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. 2 പേരുടെയും മൃതദേഹം പിന്നീട് ഫയർഫോഴ്സ് എത്തി, നാട്ടുകാരും ഫയർഫോഴ്സും ഒക്കെ ചേർന്ന് മുങ്ങിയെടുക്കുകയായിരുന്നു. 3 പേരിൽ ഒരാളെ കോതമംഗലത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റു 2 പേരുടെ മൃതദേഹം പെരുമ്പാവൂരിലെ താലൂക്ക് ആശുപത്രിയിലാണ് ഉള്ളത്. 6 പേർ വന്നതിൽ 3 പേർ വെള്ളത്തിലേക്ക് ഇറങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഹൈ ലെവൽ കനാലിൽ മരങ്ങളൊക്കെ ഈ കാറ്റത്തൊക്കെ ഒടിഞ്ഞു വീണ് ഈ കനാലിൻ്റെ താഴത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിലേക്ക് മുങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇനി അതിൽ കുരുങ്ങിയതാണോ, ഈ ഇങ്ങനെ വീണ മരത്തിൻ്റെ കൊമ്പിൽ ഏതായാലും കുരുങ്ങിയതാണോ എന്നുള്ള സംശയം കൂടിയുണ്ട്. അപ്പോൾ അടിയന്തരമായി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ അല്ലെങ്കിൽ അതൊന്ന് ശരിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ളൊരു ആവശ്യം നാട്ടുകാർക്ക് കൂടിയുണ്ട്. എന്തായാലും ഈ കോളേജിനെ സംബന്ധിച്ച്, നാടിനെ സംബന്ധിച്ച് വലിയൊരു ദുരന്തം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ദിൽന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.